നമസ്കാരം. മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പാടാം നമുക്ക് പാടാം കലാവേദി ആൻഡ് ചാരിറ്റി 8ാമത് വാർഷികാഘോഷം കൂരാച്ചുണ്ട് സെന്റ് ജോസഫ് ഓൾഡ് ഏജ് ഹോമിൽ സംഘടിപ്പിച്ചു. ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ താരം പാർവണ അഭിലാഷ് ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട് ജില്ലാ കേന്ദ്രമായി കഴിഞ്ഞ 8 വർഷം മുൻപ് കലാകാരന്മാരുടെയും ജീവകാരുണ്യ പ്രവർത്തകരുടെയും കൂട്ടായ്മയിൽ രൂപീകരിച്ച പാടാം നമുക്ക് പാടാം കലാവേദി ആൻഡ് ചാരിറ്റിയുടെ 8ാമത് വാർഷികാഘോഷം കൂരാച്ചുണ്ട് സെന്റ് ജോസഫ് ഓൾഡ് ഏജ് ഹോമിൽ അന്തേവാസികൾക്കൊപ്പം സംഘടിപ്പിച്ചു. ഫ്ലവേഴ്സ് ടോപ്പ് സിംഗറും അമൃത TV ടോപ്പ് സിംഗറുമായ പാർവണ അഭിലാഷ് പാട്ടുപാടി ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് സുരേഷ് ഗോപാൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. കൽപ്പറ്റ പോലീസ് സബ് ഇൻസ്പെക്ടർ അബ്ബാസ് KP മുഖ്യപ്രഭാഷണം നടത്തി. സംഗീതം മാത്രമാണ്. നമ്മൾക്ക് വിഷമങ്ങൾ ഉണ്ടാവുമ്പോൾ, പ്രയാസങ്ങൾ ഉണ്ടാവുമ്പോൾ ഒരു 2 വരി പാട്ട് പാടിയാൽ നമ്മുടെ പ്രയാസങ്ങളൊക്കെ തീരും. പാട്ട് പാടി നടക്കുന്ന ഒരു കാലഘട്ടത്തിൽ പാട്ടിലൂടെ തന്നെയാണ് ഇതിൻ്റെ ഈ വാട്സപ്പ് കൂട്ടായ്മയുടെ ചെയർമാനായ സുരേഷ് അമ്പാടിയുമായി ഞാൻ പരിചയപ്പെടുന്നു. ഒരു നീണ്ട 6-7 കൊല്ലത്തെ പരിചയമാണ് സുരേഷായിട്ടുള്ളത്. ഒട്ടുമിക്ക ആളുകളെയും ഈ വേദിയിലിരിക്കുന്ന ഈ ഗ്രൂപ്പിൻ്റെ ആളുകളൊക്കെ എൻ്റെ സൗഹൃദങ്ങൾ തന്നെയാണ്. എന്നും സൗഹൃദങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയും കൂടിയാണ് ഞാൻ. ഇന്നലെ 12 മണിക്കാണ് വയനാട് ജില്ലയിൽ നിന്ന് താഴോട്ടിറങ്ങിയത്. ഈ ഒരു പരിപാടി പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളുമായി സംവദിച്ച് നിങ്ങളുമായിട്ടൊന്ന് കണ്ട് കുറച്ച് കുശലങ്ങളൊക്കെ പറഞ്ഞ് ഒരു 2 പാട്ടൊക്കെ പാടി നമ്മുടെ മനസ്സിന് സന്തോഷം, നിങ്ങൾക്കും സന്തോഷം. അതാണ് എൻ്റെ ആഗ്രഹം. അതിനുവേണ്ടി മാത്രമാണ് വന്നത്. ഓൾഡ് ഏജ് ഹെഡ് സിസ്റ്റർ സ്റ്റെല്ല ജോൺ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. രക്ഷാധികാരി കുര്യൻ C ജോൺ സ്വാഗതം പറഞ്ഞ ചടങ്ങിന് സൗമിനി M നന്ദി പറഞ്ഞു. തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി. പന്തിരുകുലം അഥവാ വിധിയെ വെല്ലുവിളിച്ച വരരുചിയുടെ കഥയാണ് ഞാൻ പറയാൻ പോകുന്നത്. ഈ കഥയുടെ അവസാനം നമ്മുടെ സുരേഷേട്ട പറഞ്ഞ പോലെ ഒരു ചോദ്യം ഞാൻ ചോദിക്കും. അതിന് ഉത്തരം പറയുന്നവർക്ക് എൻ്റെ വക 3 അംഗമുള്ള അന്തേവാസികൾക്ക് ഭക്ഷണവും സമ്മാനമായി പുതുവസ്ത്രവും നൽകിയാണ്
പാടാം ഗ്രൂപ്പ് മെമ്പർമാർ യാത്ര പറഞ്ഞത്. ന്യൂസ് ബ്യൂറോ, മീഡിയ വിഷൻ, പേരാമ്പ്ര.